നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിച്ചത് 1992-ലാണ്. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992-ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992-ആണ്. ഒന്നുകൂടി പറയുവാണേ, ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. പഠിച്ചു വെക്കുക സുഹൃത്തുക്കളെ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992-ആണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1992. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992-ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ഒന്നുകൂടി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992. ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരട്ടെ. ഈസി ആയിട്ട് പഠിക്കുക. BS ജവാൻ. ജവാൻ എന്ന് പറയുന്നത് ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ? ജവാൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. BS ജവാൻ റാപ്പ് പാടി എന്നങ്ങ് പഠിച്ചു വെക്കുക. BS ജവാൻ എന്ത് ചെയ്തു? റാപ്പ് പാടി എന്നങ്ങ് പഠിക്കുക. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ട വർഷം. J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. അതുപോലെ തന്നെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷവും എന്നാണ് 1992-ലാണ്. അതുപോലെ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപം കൊണ്ട വർഷം. ഒന്നുകൂടി പറയുവാണ്, BS ജവാന്റെ സ്പെല്ലിംഗ് നോക്കുക. JWN ആണെന്ന് പറഞ്ഞത് ഷോർട്ട് കട്ടിലാണ് എഴുതിയിരിക്കുന്നത്. ജവാൻ റാപ്പ് പാടി എന്നങ്ങ് പഠിക്കുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. S എന്ന് പറഞ്ഞാൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, SC/ST കമ്മീഷൻ ആണ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. S എന്ന് പറഞ്ഞിട്ട് രൂപവൽക്കരിച്ച വർഷം 1992. JC ഡാനിയൽ അവാർഡ് നൽകപ്പെട്ട വർഷം 1992 അതാണ് J സൂചിപ്പിക്കുന്നത്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ വുമൻസ് റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1992. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. അതുപോലെ തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷവും 1992-ആണ്. അതുപോലെ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992-ആണ്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.